Hello everyone, Aisha was here. Our social studies എന്ന സബ്ജക്റ്റിൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സെക്ഷനാണ് ഇത് മാപ്സ് അല്ലേ. മാപ്സ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്സിനെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു 5 സ്റ്റേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷനിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ മിസ്സിന്റെ മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? റെഡി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരണം. എത്ര സ്റ്റേറ്റ്സ് ആണുള്ളത്? വി ഹാവ് 28 സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 28 സ്റ്റേറ്റ്സിലുള്ള കുറച്ച് പ്രധാനപ്പെട്ടുള്ള സ്റ്റേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിൽ കുറച്ച് ക്ലൂസ് കൂടെ മിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സംസ്ഥാനം സ്റ്റേറ്റ് ഇതാണ്. ഇത് ഏതാണ് നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊരു ഷേപ്പിലാണല്ലേ, പ്രത്യേക തരം ഒരു വാലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പൊസിഷനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മേജർ ആയിട്ടുള്ള നമ്മുടെ താജ്മഹലൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റിലാണ്. ഓക്കെ, താജ്മഹൽ ഈ ഒരു സ്റ്റേറ്റിലെ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ക്ലൂ ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ മേജർ സിറ്റീസ് ആയിട്ടുള്ള വാരാണസി, പിന്നെ എന്താണ് അയോധ്യ സിറ്റീസ്, ഇതൊക്കെ ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മേജർ റിവറും ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ജനങ്ങൾ കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, ഏതായിരിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് നമ്മൾ മാപ്പിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള സ്റ്റേറ്റ് എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയേ. ഇറ്റ് ഈസ് ഉത്തർപ്രദേശ്. ഓക്കെ, ഇത് ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം അയോധ്യ, അതുപോലെ തന്നെ നമ്മളെ വാരാണസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്സ് ഒക്കെ ഈ ഒരു സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ താജ്മഹൽ ഇവിടെ ആഗ്രയിലാണ് അല്ലേ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് കൂടെയാണ് ഇത് ഉത്തർപ്രദേശ്. അപ്പോൾ ഉത്തർപ്രദേശ് എവിടെയാണ് വരുന്നത്? നോക്കിയേ, നോർത്ത് സൈഡിൽ, ഏകദേശം നോർത്ത് സൈഡിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഉത്തർപ്രദേശ് ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. സെക്കൻഡ് സ്റ്റേറ്റ് മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ് ഏതാണെന്ന് എന്തെങ്കിലും ഐഡിയ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മിസ് 2 ക്ലൂസ് തരാം. അപ്പൊ മേജർ ഫിലിം സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഇത്. നമ്മുടെ ഫിലിം സിറ്റിയുടെ ഹബ്ബ് തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലൂ വെച്ചിട്ട് നിങ്ങൾ ഇപ്പൊ ആലോചിച്ച് നോക്കണേ. ഇനി മറ്റൊരു ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ വടപ്പാവ്, പാവ് ബജി ഒക്കെ കിട്ടുന്ന അടിപൊളി മലേഷ്യസ് ആയിട്ട് പാവ് ബജി വടപ്പാവ് ഒക്കെ കഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കൂടുതൽ കിട്ടുന്നത് ഇതിനൊക്കെ ഒരു സ്പെഷ്യൽ ഏരിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കൂടെയാണ് മിസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ ഇത് ഏതാണെന്ന് നമുക്ക് മാപ്പിൽ നോക്കാം കേട്ടോ. അപ്പൊ ഷേപ്പ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു രൂപത്തിലുള്ള സ്റ്റേറ്റ് നോക്കിയേ, എവിടെ നമ്മുടെ മാപ്പ്? അപ്പൊ മാപ്പിൽ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യണം കേട്ടോ. മിസ് മാപ്പ് കാണിച്ചു തരാം. സോ ഹിയർ ഇതിൽ നോക്കിയേ, ആ ഷേപ്പിലുള്ള സ്റ്റേറ്റ് ഏതാണെന്ന്. ഇറ്റ് ഈസ് മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ഷേപ്പും അതേപോലെ മിസ് ഇവിടെ കാണിച്ചു തന്നതിന്റെ ഷേപ്പും ഒരേപോലെ അല്ലേ? മഹാരാഷ്ട്ര നോക്കി നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലായിട്ടാണല്ലേ വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പില് ഹിയർ നമുക്ക് എന്തുണ്ട്? മഹാരാഷ്ട്ര ഉണ്ട്. ഓക്കെ, അപ്പൊ മഹാരാഷ്ട്രയിൽ എന്താണ് ഫേമസ്? നല്ല പാവ് ബജി നമുക്ക് കിട്ടും, വടപ്പാവ് കിട്ടും. അതേപോലെ ഹബ്ബ് ഓഫ് ഫിലിം സിറ്റി എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഇത് മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ 2 സംസ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് സംസ്ഥാനം നോക്കി, നെക്സ്റ്റ് ഏതാണ്? ഒരു പഴമൊക്കെ പോലെ നമുക്ക് തോന്നൂല്ലേ? ഇത് ഏതാണ്? ഇത് അറിയാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ നോക്കട്ടെ മിസ് എത്ര പേർക്കുണ്ട് അറിയാന്ന്. ഓക്കെ, അപ്പൊ ഇത് ഏതാണ്? നമ്മുടെ സ്വന്തം നമ്മുടെ നാടായിട്ടുള്ള കേരള ആണല്ലേ. നമുക്ക് ഒരു സംശയമില്ല, കേരളയാണ്. ഓക്കെ, അപ്പൊ കേരളന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് അറിയോ? നോക്കിയതാ ഇവിടെ കേരള നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കേരളയാണ്. കേരളന്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? ബാക്ക് വാട്ടേഴ്സ്. നമുക്ക് എന്തൊക്കെയുണ്ട്? നല്ല കായൽ എന്തുണ്ട്, അതേപോലെ നല്ല തെങ്ങുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഫുള്ള് റിവേഴ്സ് ഉള്ള ഒരു നാടാണല്ലേ നമ്മുടെ സ്വന്തം കേരളം എന്ന് പറയുന്നത്. അപ്പം ശ്യാമസുന്ദര കരകരാരഭൂമി, ബാക്കി ലൈന് മിസ്സിനോട് മറന്നേ. ഓക്കെ, അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ ഈ തെങ്ങുകളും അതേപോലെ ഈ ഹൗസ് ബോട്ടൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ഇത്
കേരളയാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ മൊത്തം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള സംസ്ഥാനം കൂടി ഏതാണ്? നമ്മുടെ സ്വന്തം കേരളയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഓപ്ഷൻസ് 2 ക്ലൂസ് തരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാ ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡെസേർട്ട് കാണാൻ പറ്റും. താർ ഡെസേർട്ടൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാനത്താണ്. അതേപോലെ തന്നെ ജോധ്പൂർ, ജയ്പൂർ എന്നുള്ള മേജർ സിറ്റീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു ടൂറിസം പ്ലേസ് ആയി മാറിയിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പം ഇതും ഈ ഒരു സംസ്ഥാനത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതാണെന്ന് മക്കൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം കമന്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ് താമസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റിന്റെ 2 ക്ലൂസ് മിസ് തരാം. ഇവിടെ എന്തുണ്ട്? ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്സും കൂടുതൽ ടെമ്പിൾ സ്റ്റൈൽ ആർക്കിടെക്ചർ ആണുള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ക്ലൂ തരികയാണെങ്കിൽ ഇതാ നമ്മളെ ഇഡ്ലി, വട, സാമ്പാറൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന മസാല ദോശയൊക്കെ അടിപൊളിയായിട്ട് നല്ല മൊരിഞ്ഞ മസാല ദോശയും നല്ല ചൂടുള്ള ഫിൽറ്റർ കോഫിയൊക്കെ കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ്? വളരെ സിമ്പിൾ അല്ലേ? ഇഡ്ലിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് നമ്മുടെ തമിഴ്നാടാണെന്ന്. ഓക്കെ, അപ്പോൾ ആ തമിഴ്നാട് മാപ്പിൽ എവിടെയാണെന്ന് നിങ്ങൾ നോക്കിയേ. യെസ്, നമ്മുടെ തൊട്ട അയൽവക്കത്തെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ അതാ 5 സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൊക്കേറ്റ് ചെയ്ത് പഠിച്ചത്. ഇനി ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ നമ്മുടെ എഡ്യൂപോഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ മറക്കേണ്ട, നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക് എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.